നാളെ സച്ചുവിന് എന്ത് കൊടുത്തു വിടുന്ന ആലോചിച്ചപ്പോഴാണ് സ്നാക്സ് ഒന്നും വീട്ടിലില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ അത് മേടിക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. പണ്ടൊക്കെ ഈ രാത്രി വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ ഞാൻ പോയി പഠിച്ചു. അങ്ങനെ നേരെ സെൻട്രൽ ബസാറിലേക്ക് പോയി അതിനടുത്തൊരു ചായക്കട ഉണ്ട് കേട്ടോ. സെൻട്രൽ ബസാറിന്റെ തൊട്ടടുത്ത് അവിടെ കുറെ ടൈപ്പ് ഓഫ് ടീ കിട്ടും. പിന്നെ നല്ല എണ്ണപ്പൊരി കടികളും കിട്ടും കേട്ടോ. പുറത്തിറങ്ങിയ ഒരു ചായ മുഖ്യം ബിഗില് അതൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ സെൻട്രൽ ബസാറിലേക്ക് കയറി. സച്ചുവിന്റെ കാര്യങ്ങളൊക്കെ അവൻ ആദ്യം വാങ്ങിക്കൊടുത്താലോ എന്റെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യാൻ സമയത്തുള്ളൂ. അങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് സെക്ഷനിലേക്കാണ് കേട്ടോ ഞാൻ ആദ്യം പോയി. ഓൾമോസ്റ്റ് എല്ലാ ഡ്രൈ ഫ്രൂട്ടും നട്ട്സും ഒക്കെ അവിടെ കിട്ടും. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മളെ പഴയ നുസ്സു സാധനങ്ങളൊക്കെ കണ്ടത്. പണ്ടൊക്കെ ഇതിന് 25 പൈസ ഉണ്ടായിരുന്നു. ഇപ്പൊ കിലോ ഒക്കെ 300 രൂപയ്ക്കായി. അങ്ങനെ നോക്കുമ്പോഴാണ് വിന്റേജിന്റെ ചോക്ലേറ്റ് കണ്ടേട്ടോ. ചുമ്മാ റേറ്റ് നോക്കിയപ്പോൾ 400 രൂപ. എന്തെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വാങ്ങി കഴിക്കാം എന്നുള്ള പ്ലാനിൽ അത് അവിടെ വെച്ചു. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കറണ്ട് പോയി. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ. അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടോ കറണ്ട് വരാൻ. കറണ്ട് വന്നതിന് ശേഷം പേയ്മെന്റ് ഒക്കെ കൊടുത്തു. ഇവനിങ്ങനെ സോപ്പ് അടിച്ച് ഇങ്ങനെ കൊണ്ട് നടന്നാൽ എന്റെ കുറെ കാര്യങ്ങൾക്ക് ഇവൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു.